കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കല്ലട്ര മാഹിൻ ഹാജി അല്ല കല്ലട്ര മാഹിൻ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് അദ്ദേഹം ഹാജി എന്ന പദം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പണ്ട് സമദാനി തൊപ്പി മാറ്റിയതുപോലെ അദ്ദേഹം ഹാജി പദം മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോൾ കല്ലട്ര മാഹിൻ 24 ന്യൂസിൻ്റെ ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹം പറയുകയുണ്ടായി. അവതാരക ചോദിച്ചു കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ കാസർഗോഡ് മണ്ഡലത്തിൽ ഇല്ല എന്ന്. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ 48 വർഷത്തോളമായി കാസർഗോഡ് മണ്ഡലത്തിൽ UDF സ്ഥിരം സ്ഥാനാർത്ഥി വിജയിച്ചു പോകുന്ന മണ്ഡലം. UDF തന്നെ ഭരിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ UDF മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പറയുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന്. ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞു വരുന്നത്. ഈ 48 വർഷമായിട്ടും കാസർഗോഡ് മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 48 വർഷമായിട്ട് UDF ഭരിച്ച കാലഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളൊരു പരാജയം തന്നെയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യും? അടിസ്ഥാന സൗകര്യങ്ങൾ 48 വർഷമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത UDF പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന നിങ്ങൾക്ക് ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. കാരണം ഇത് ഞാൻ വെറും പറയുന്നതല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതാണ് ഏറ്റവും മുഖ്യമായ ഒരു പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ വികസനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതും കാസർഗോഡ് നിലവിലുള്ള MLA സാക്ഷ്യപ്പെടുത്തി MLA അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന്. അപ്പോൾ 48 വർഷമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് UDF. ആ UDF വിശ്വസിച്ചിട്ടാണോ ജനങ്ങൾ വോട്ട് നൽകേണ്ടത്? ഇവർ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ പറ്റിക്കുന്ന വാഗ്ദാനങ്ങളുമായിട്ട് ജനങ്ങളെ പ്രലോഭിപ്പിച്ച് വോട്ട് വാങ്ങി വിജയിച്ചു പോകുന്നതല്ലാതെ മറ്റൊരു നേട്ടവും കാസർഗോഡ് ജനങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നിലവിലുണ്ടായിരുന്ന MLA എന്നെ നെല്ലിക്കുന്നതിനോട് അവതാരക ചോദിക്കുന്നുണ്ട് കാസർഗോഡ് വികസനത്തെക്കുറിച്ച്. അല്ലെങ്കിൽ മാഹിൻ പുതിയ പേരങ്ങനെയാണല്ലോ. കാസർഗോട്ടെ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മാഹിൻ എന്താണ് പുതിയ വികസനം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ എന്നെ നിൽക്കുന്നത് എന്താ പറയുന്നത്? ഞങ്ങളൊക്കെ തുടങ്ങിവെച്ച വികസനം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടാണ്. എന്താണ് തുടങ്ങിവെച്ച വികസനം എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. കഴിഞ്ഞ 48 കൊല്ലമായി അതിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്നെ നിൽക്കുന്ന MLA ആണ്. എന്താണ് തുടങ്ങിവെച്ച വികസനം? അതൊന്നറിയാൻ കാസർഗോഡ് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. തുടങ്ങിവെച്ച വികസനം എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. പൂർത്തീകരിച്ച വികസനം എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. തുടങ്ങിയപ്പോൾ പറയാൻ വികസനം ഒന്നും തന്നെ ഇല്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അറിയാതെയാണെങ്കിലും സ്വന്തം കള്ളത്തരം പുറത്തേക്ക് വരികയാണ്, കാപട്യം പുറത്തേക്ക് വരികയാണ്. ജനങ്ങളെ പറ്റിക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമാകുന്നു. കാരണം ജനങ്ങളോടാണ് ഇത് പറയുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മാഹിൻ പറയുന്നു വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. 48 വർഷമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റാത്ത UDF പ്രതിനിധികൾ. നിലവിലുണ്ടായിരുന്ന MLA ചോദിച്ചപ്പോൾ MLA പറഞ്ഞു തുടങ്ങിവെച്ച വികസനം പൂർത്തി. എന്താണ് തുടങ്ങിവെച്ച വികസനം എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറയേണ്ട ബാധ്യതയുണ്ട്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ അഭിമുഖത്തിൽ നിന്നല്ല, ഈ 15 വർഷത്തെ കാലയളവിൽ പോലും എന്നെ നിൽക്കുന്ന MLA എന്താണ് ആ വികസനം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയാൻ വികസനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വെറും ജനങ്ങൾക്ക് മറുപടി വാചാലമായി നൽകുകയാണ്. വെറും കാപട്യമാണ് ഇവർ കാണിക്കുന്നത്. അതിന്റെ യഥാർത്ഥ തെളിവാണല്ലോ. ഞാനിത് ഒന്നും വെറുതെ പറയുക. MLA പറഞ്ഞ എന്നെ നിൽക്കുന്ന MLA പറഞ്ഞ തെളിവ് ഞങ്ങളുടെ വീഡിയോയുടെ കേട്ടു. ഞങ്ങളൊക്കെ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. തുടങ്ങിവെച്ച വികസനങ്ങൾ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് തുടങ്ങിവെച്ച വികസനങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടിയില്ല. തുടങ്ങിവെച്ച വികസനങ്ങൾ എന്താണെന്ന് ഇന്നവരെ അദ്ദേഹം പറഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ വികസനമേ കാസർഗോഡ് നടത്തിയിട്ടില്ല. 48 വർഷമായിട്ട് ഇവരെ കൊണ്ട് നടത്താൻ പറ്റാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ കാസർഗോഡ് ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന, ഒരു വികസനവും നടന്നിട്ടില്ല തുറന്ന് സമ്മതിക്കുന്ന ഇവർക്കാണോ ജനങ്ങൾ വോട്ട് കൊടുക്കേണ്ടത്? കാസർഗോഡ് ജനങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്. മത്സരിച്ച് വിജയിച്ച ആൾക്കും ഇനി മത്സരിക്കാൻ പോകുന്ന ആൾക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വോട്ട് കൊടുക്കണം. അവർ 48 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 48 വർഷം അതിൽ 15 വർഷക്കാരുടെ MLA ആയിരുന്ന എന്നെ നിൽക്കുന്ന MLA തുടങ്ങി വെച്ച വികസനം പൂർത്തിയാക്കുന്നത്. എന്താണ് തുടങ്ങി വെച്ച വികസനം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഒരു വികസനവും കാസർഗോഡ് നടന്നിട്ടില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണിത്. ഞാനിത് പറയുമ്പോൾ എന്നോട് ക്ഷോഭിച്ചത് കൊണ്ടോ എന്നോട് ചൂടായത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പറയുന്നത് യാഥാർത്ഥ്യം തന്നെയല്ലേ. ഒരു പച്ചക്കള്ളവും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് വീഡിയോസ് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യം എന്താണ് ഒരു വികസനം എന്ന രീതിയിൽ ഒരു വികസനം നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ സമാധാനം ഉണ്ട്. റിയാസ് മൗലവി എന്ന ഒരു മൗലവിയെ കൊലപ്പെടുത്തിയപ്പോൾ അന്ന് ഇവിടെ ഇവർക്കാണോ ജനങ്ങൾ വോട്ട് നൽകേണ്ടത്? യഥാർത്ഥത്തിൽ പറയേണ്ടത്
കാസർഗോഡ് മണ്ഡലത്തിലെ രാഷ്ട്രീയ വികസന പോരായ്മ തന്നെയാണ്. വികസനം നടന്നിട്ടില്ല എങ്കിൽ തുറന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് മടി, അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ 48 വർഷവും കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് വിജയിച്ച് MLA ആയത് നിങ്ങളുടെ പാർട്ടി ആയതുകൊണ്ട്, മുസ്ലിം ലീഗിന്റെ പാർട്ടി ആയതുകൊണ്ട്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, UDFന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, UDFന്റെ MLA ആയതുകൊണ്ട് തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് വികസനമില്ല എന്ന് പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാതിരിക്കേണ്ടി വരുന്നു. പക്ഷെ അപ്പോഴും നിങ്ങളുടെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടെന്ന് അദ്ദേഹം അറിയാതെയെങ്കിലും സത്യം പറഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. അടിസ്ഥാന സൗകര്യങ്ങളും കാസർഗോഡ് മണ്ഡലത്തിന് വികസനം വരേണ്ടതുണ്ട്. അതിനൊരു മാറ്റം കാസർഗോഡ് ആവശ്യമാണ് തീർച്ചയായിട്ടും. പിന്നെ റിയാസ് മൗലവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതിനുശേഷം കാസർഗോഡ് നഗരത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വർഗീയതയില്ല, വർഗീയ സമാനമായ ഒരു കേസ് പോലും കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ആ വലിയ നിശ്ചയദാർഢ്യവും കാസർഗോഡിനെ കുറിച്ചുള്ള കരുതലും ഒന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പോലീസ് ഭരണകൂടം അതിശക്തമായിട്ട് ആ വർഗീയത ഇല്ലായ്മ ചെയ്തു. ഇന്നേക്ക് കഴിഞ്ഞ 10 വർഷത്തോളമായി നമുക്ക് വർഗീയതയില്ലാത്തൊരു നാട് സമ്മാനിച്ചിട്ടുള്ളത് LDF സർക്കാരിന്റെ കരുതലാണ്. ആ കരുതലിന് തന്നെയാണ് കാസർഗോഡ് ജനങ്ങൾ വോട്ട് നൽകാൻ പോകുന്നത്. ഈ വികസനമില്ലായ്മയ്ക്കും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തവണ കാസർഗോഡ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.